വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുളിമുട്ടായി. അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ, ഞാൻ നാട്ടിൽ പോയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലാഗിങ് ഒന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ തിരിച്ചത് വീണ്ടും നൈനിറ്റാളെത്തി. ഇവിടെ നല്ല ക്ലൈമറ്റ് ഒക്കെ മാറി ചേഞ്ചായി, മഞ്ഞൊക്കെ ആയി, മഴയായിരുന്നു. അപ്പം മഴയൊക്കെ കുറഞ്ഞു, നോർമൽ ക്ലൈമറ്റായി. അപ്പം നമുക്ക് വീണ്ടും പൂർവാധിക ശക്തിയോടെ വീഡിയോസിലേക്ക് വരാം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബട്ടർ മസാലയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പക്ഷെ നമ്മൾ മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആണ്. 2 പേരല്ലേ നമ്മളുള്ളൂ, അപ്പൊ 2 പേർക്ക് 1/2 കിലോ ധാരാളമാണ്. പിന്നെ ഇതില് ബോൺലെസ് ആണ് കൂടുതൽ ആൾക്കാർ എടുക്കുക. എനിക്ക് ബോണിന്റെ ഇഷ്ടം ആയതുകൊണ്ട് ബോൺ മിക്സ് ചെയ്തുള്ള ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യമേ മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാം. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ്, ഒരു 2 ടീസ്പൂൺ തൈര്. അധികം വെള്ളമില്ലാത്ത കട്ടത്തൈരായിരിക്കും കുറച്ച് നല്ലത്, നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് വരും. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. എല്ലായിടത്തും എല്ലാ പൊടികളും എത്തുന്ന ഭാഗത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിപ്പം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പിടിക്കില്ലല്ലോ. ഇറച്ചിയിലേക്ക് എല്ലാ മസാലയുടെയും തൈരിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കണം. എന്നാലും നമ്മൾ വറക്കുമ്പം നല്ല ടേസ്റ്റിലേക്കുള്ളൂ. നമ്മൾ ഈ ചിക്കൻ്റെ പീസ് കട്ട് ചെയ്യുമ്പം കുറച്ച് ചെറുതായിട്ട് ഇത്രയും മുഴുപ്പിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വറക്കുമ്പോഴും കറിയിൽ ഇടുമ്പോഴും ഒക്കെ നല്ലതായിരിക്കും. എല്ലാ മസാലയും പിടിക്കാനും ഗ്രേവിയൊക്കെ ആയി കഴിയുമ്പം നല്ലതായിരിക്കും. അപ്പം അധികം വലുതായിട്ട് കട്ട് ചെയ്യണ്ട, ഇത്ര ഒരു പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മാറിനേറ്റ് ചെയ്യാനുള്ള എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മളപ്പം ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഞാനിവിടെ 3 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 തക്കാളി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക് കീറിയെടുത്തത്. ഇനി പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4-5 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പ് ഒരു 25 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പിടി എന്ന് കണക്കാക്കിയാൽ മതി. ഇത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നതാണ്. ഒരു പിടി കശുവണ്ടിപ്പരിപ്പ്. ഇത് മസാലക്കൂട്ടാണ്, നമ്മുടെ ഗരം മസാലക്കൂട്ട്. സാധാരണ നമ്മുടെ മലയാളികൾ അധികം യൂസ് ചെയ്യാറില്ല കറിക്കൊന്നും, പക്ഷെ ഇതിട്ട് കറി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ടത് ഒരു ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഒരു 3-4 ഏലക്ക, ഇത്ര മതി. ഇത്ര ഇട്ട് നമ്മൾ കറിക്കകത്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഫ്രഷ് ക്രീം ആണ്. ഇത് നമുക്ക് ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അമൂലിന്റെ ഫ്രഷ് ക്രീം. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ. ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ ബട്ടറാണ് മെയിൻ താരം നമ്മുടെ കറിക്കകത്ത്. അപ്പൊ ബട്ടർ നമ്മൾ അമൂലിന്റെ ഒരു ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ള് വേണ്ടി വരില്ല, ഒരു 50 ഗ്രാംസ് വേണ്ടി വരുള്ളൂ. 100 ഗ്രാമിന്റെ ആണ്, ഇതിന്റെ പകുതി മതിയായിരിക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി സൂപ്പർ ആവും. ഇനി ഇതുപോലെ തന്നെ ഉപ്പ് പോലെ നമ്മൾ ചേർക്കുന്ന കുറച്ച് പൊടിവകകളുണ്ട്, അത് നമുക്ക് കറി ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ചിക്കൻ വറക്കാം. ചിക്കൻ വറക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടർ തന്നെ ഇട്ട് കൊടുത്ത് ചിക്കൻ വറുത്തെടുക്കാം. നമുക്ക് അത്രയ്ക്ക് ബട്ടറിന് ടേസ്റ്റ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആരും യൂസ് ചെയ്യരുത്. ഇത് കൂട്ട് കറികൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുള്ളൂ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിന്, നമ്മുടെ കേരള സ്റ്റൈൽ എണ്ണയൊന്നും ആരും ഒഴിക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ നമുക്ക് എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ മതി, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അധികം ഡീപ് ഫ്രൈ ആയിട്ട് പോകണ്ട, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സൂപ്പർ കുട്ടപ്പനായിട്ട് മാറിനേഷൻ ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കുറച്ചേ ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്, ഒറ്റ ട്രിപ്പിന് വറുത്തെടുക്കാം. 1/2 കിലോയൊക്കെ ആയതുകൊണ്ട് 1 കിലോ ആകുമ്പം 2 പ്രാവശ്യം ഇടേണ്ടി വരും. നമ്മുടെ പാത്രത്തിന്റെ വലിപ്പം പോലെ ഇരിക്കും. ഇതൊരു ട്രിപ്പില് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ഒരു ട്രിപ്പിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തിരികെ കയറ്റുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഫുള്ളായിട്ടുണ്ട്.
എന്തായാലും നമ്മുടെ പാത്രം കാലിയായി. ഒറ്റ ട്രിപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പം ഏകദേശം ഒരു വശം വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആരും വറക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും, വേഗവുമില്ല. ഇതിപ്പോൾ കണ്ടോ, ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, ഓവറായിട്ട് വറന്നു പോകണ്ട. നമുക്ക് വറുത്ത് ഇത് മറിച്ചിട്ടത് ഒരു 5-8 മിനിറ്റും കൂടെ തീയിൽ വെക്കാം. അപ്പോഴത്തേനും ഈ വശം കൂടി സെറ്റായിട്ട് വരും. നമ്മുടെ ചിക്കൻ അങ്ങനെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തേക്കാം. അധികം കരിയാനുള്ള അവസ്ഥ കൊടുക്കണ്ട, ഇങ്ങനെ വറന്ന് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഡീപ് ഫ്രൈ ആയിട്ടുമില്ല, എന്നാൽ ചിക്കനൊക്കെ നന്നായിട്ട് ഇതുണ്ടോ വെന്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി പോരുന്നുണ്ട്. ദശയെന്ന് പൊട്ടി പോരുന്ന ഭാഗത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി മസാല ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വേറെ അധികം പാത്രങ്ങളൊന്നും ആക്കണ്ട. ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ബട്ടർ മസാല ഉണ്ടാക്കാം. പല പാത്രങ്ങളിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ലാഭമല്ലേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അല്ല, നമുക്ക് ചിക്കൻ വറക്കാൻ ഒരു പാത്രം വേണം, പിന്നെ സവോളയൊക്കെ വഴറ്റാൻ വേറൊരു പാത്രം വേണം. പിന്നെ അത്ര പാത്രമൊക്കെ ഇതിൽ തന്നെ ആക്കിയാൽ മതി. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ പൊട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തപ്പോൾ കൃത്യം മൈക്ക് ഓഫ് ആയിപ്പോയി, അതിൻ്റെ ഓഡിയോ വന്നിട്ടില്ല, വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി, പച്ചമുളകും. ഇനി നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്, അധികം ഉപ്പ് വേണ്ട, ഇത് വഴലാനുള്ള ഉപ്പ് മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ സിമ്മിലിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് മൂടിയിരിക്കട്ടെ. നമ്മുടെ മസാല വെച്ചിട്ട് 5 മിനിറ്റായി. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി നമ്മുടെ മസാല. അധികം വെന്ത് അലിഞ്ഞു പോകണ്ട, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതല്ലേ. അപ്പം നന്നായിട്ട് അരയാനുള്ള പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ മുമ്പേന്നേരം പറഞ്ഞ കുറച്ച് പൊടി വകകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഇതിന്റെ അളവും എന്തൊക്കെ പൊടികളാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മളിപ്പോൾ ചേർത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അധികം എരിവ് കൂടി പോയി കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സാധാരണ നോർത്ത് ഇന്ത്യൻസ് അധികം സ്പൈസി ആക്കുകയില്ല. ഇനി നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈസി ആക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ സ്പൈസിനെസ് വരും. നന്നായിട്ട് യോജിപ്പിക്കുക. നമുക്ക് ഈ സമയത്ത് ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കട്ടെ. നിങ്ങൾക്ക് പാകത്തിനാണെങ്കിൽ പിന്നെ ചേർക്കണ്ട കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ചൂടാറാൻ വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ച് എടുക്കണം. അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ നമ്മുടെ മസാല നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ കറിയാക്കാം. അപ്പം ബാക്കി 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടർ മെൽറ്റായി വരുമ്പോഴുള്ള മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബട്ടറിൻ്റെ മണമൊക്കെ. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും മസാല ഗ്രേവിയുടെ നിറം ഇതാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അവരുണ്ടാക്കുമ്പോൾ നല്ല ഒരു ഓറഞ്ച് കളർ. എന്നാൽ ഡാർക്ക് ഓറഞ്ചും അല്ല, ലൈറ്റ് ഓറഞ്ച്. നമുക്ക് മിക്സി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒട്ടും കളയണ്ട, മിക്സിക്കകത്തിരിക്കുന്നതും കൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ചാറായിട്ട് വരും. ഇത്രയും തിക്നെസ് മതി. ഓവറായിട്ട് തിക്നെസ്സും വേണ്ട, എന്നാൽ ഓവറായിട്ട് ലൂസും വേണ്ട. ഇത്രയും ലൂസിൽ നിന്നാൽ മതി. അപ്പം നമ്മൾ ഫ്ലെയിം പയ്യെ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പം ചെറിയ ചെറിയ ബബിൾസ് വന്ന് ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് മസാലയും ഇപ്പം പച്ചവെള്ളം കുറച്ച് ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുവാണെങ്കിൽ പച്ച ചൊവയില്ലാണ്ടിരിക്കുമല്ലോ. ഇത് കണ്ടോ, അപ്പം നന്നായിട്ട് ഇതിനെ പൊട്ടാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ താരം ചിക്കനെയും കൂടെ ചേർത്ത് കൊടുക്കുക. പയ്യെ പയ്യെ ഇടണം. ഇനി ചിക്കന് നന്നായിട്ട് യോജിപ്പിക്കുക. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഗ്രേവിയുടെ സൂപ്പർ മണം വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി അതിൻ്റെ അകത്ത് ഗരം മസാലയുടെ ചേർക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല മണവും ടേസ്റ്റും കിട്ടുക ഈ കറിക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് സെറ്റാക്കാം. നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാണ്ട്, അതാണ് കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയില്ലേ, ഉലുവയുടെ ഇലയാണ്. ഇല ഡ്രൈ ആക്കിയത്. അത് ഈ കറിക്കൊക്കെ ചേർക്കുന്ന ഒരു പ്രത്യേക മണവും രുചിയും തരും. ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പോലെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കൂലേ, അതുപോലെ തന്നെ ഇവിടെ ഈ ഹിന്ദിക്കാർ ചേർക്കുന്നതാണ്. ഇതാണ് കസ്തൂരി മെത്തി എന്ന് പറയുന്നത്. ഇത് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്മി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊടിയായിട്ട് വരും. ഇവിടെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ടാണ് അധികം പൊടിയാകാത്ത. ഇതിങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബട്ടർ മസാല കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇനി ഇതുവരെ ഈ ചാനൽ കാണാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.